ഇന്നത്തെ ചാലഞ്ച് മെമ്മറി വേർഡ് ചാലഞ്ച്. ഈ ചാലഞ്ചിന് 3 റൗണ്ട്സ് ഉണ്ട്. ഫ്രൂട്ട്സ് ആണെങ്കിൽ ഇപ്പം ബീറ്റും ചേർത്തന്നെ ഓറഞ്ച് പറഞ്ഞ, അപ്പൊ ഞാൻ പറയുന്ന ഓറഞ്ചും ആപ്പിളും, പിന്നെ കൊമ്പൻ ചേട്ടൻ പറയാ ഓറഞ്ച് ആപ്പിള് മുന്തിരി ഗ്രേപ്പ്. അങ്ങനെ പിന്നെ വീണ്ടും ഇവിടുന്ന് തുടങ്ങി ഇന്നലെ ഇവിടെ ഇന്നലെ തുടങ്ങി എത്ര ആള് ഔട്ട് ആവും റൗണ്ടിക്ക്. ലാസ്റ്റ് വരുന്ന ആള് ജയിക്കും. സംഭവത്തിനുള്ള ഒരു ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് ആയിട്ടെങ്കിൽ ഞാൻ ആപ്പിൾ പറഞ്ഞു. അതിന്റെ നെക്സ്റ്റ് ആമിസ പറയേണ്ടത്. അപ്പൊ ആപ്പിൾ പ്ലസ് ഓറഞ്ച്, ആപ്പിള് ഓറഞ്ച് ആമിസ് പറഞ്ഞു. അതിന്റെ വക്രി പറയുന്നത് ആപ്പിള് ഓറഞ്ച് ഗ്രേപ്പ് എന്ന് പറയുന്നു. അടുത്ത് ഞാൻ പറയുന്നത് അടുത്ത് എന്റെ അടുത്ത് തന്നെ വരും. അപ്പൊ ആപ്പിള് ഓറഞ്ച് ഗ്രേപ്പ് മുസംബി എന്ന് പറഞ്ഞു. ഓർഡർ തെറ്റിച്ച ആരാണോ ആൾ ഔട്ട് ആവും. ലാസ്റ്റ് വരുന്ന ആൾക്കായിരിക്കും പോയിന്റ് കിട്ടുന്നത്. അങ്ങനെ ഒരു സെക്ഷനിൽ 3 റൗണ്ട്സ് വീതം വെച്ചുണ്ട്. അല്ല, ഒരു റൗണ്ടിൽ 3 സെക്ഷൻസ് ഉണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ചലഞ്ചിലേക്ക് പോവാം. അതിന് പോകണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഫസ്റ്റ് ടോപ്പിക് ഈസ് കളേഴ്സ്. റെഡ് ബ്ലൂ ഗ്രീൻ. റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച്. റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ബ്ലാക്ക്. റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ്. റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് പർപ്പിൾ. റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് ബ്ലൂ. തെറ്റിച്ചു. റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് പർപ്പിൾ പിങ്ക്. റെഡ് ബ്ലൂ ഗ്രീൻ ഓറഞ്ച് ബ്ലാക്ക് വൈറ്റ് പർപ്പിൾ പിങ്ക് സിയാൻ. റെഡ് ബ്ലൂ ഗ്രീൻ ബ്ലാക്ക് red blue orange black white purple pink cyan yellow. അയ്യോ 1 point for Bakri. Guys, അപ്പോൾ എന്തായാലും സെക്കൻഡ് സെക്ഷൻ വെഹിക്കിൾസ്. കാർ ബൈക്ക്. അല്ലല്ല, കാർ ബൈക്ക് എന്നല്ലേ? കാർ ബൈക്ക് ഓട്ടോ. കാർ ബൈക്ക് ഓട്ടോ ബസ്. കാർ ബൈക്ക് ഓട്ടോ ബസ് ട്രാവലർ ഉണ്ടോ? വണ്ടിയല്ലേ? കാർ ബൈക്ക് ഓട്ടോ ബസ് ട്രാവലർ ട്രെയിൻ. കാർ ബൈക്ക് ഓട്ടോ ബസ് ട്രാവലർ ട്രെയിൻ എയർപ്ലെയിൻ. കാർ ബസ് കാർ ബൈക്കായിരുന്നു. കാർ ബസ്സല്ല. അയ്യോ, ഒരു പോയിന്റ്. നെക്സ്റ്റ് സെക്ഷൻ. ഇഷ്ടമുള്ള വാക്സ്, ഇഷ്ടമുള്ള വേർഡ്സ് പറയാം. നമുക്ക് ഇഷ്ടമുള്ള എന്തും പറയാം. അത് നിങ്ങളാ വരണം. ഇനി അടുത്ത നിങ്ങളല്ലേ? ഞാനാണല്ലേ. ഹെയർ നോസ്. ഹെയർ നോസ് ബാർബി ഡോൾ. ഹെയർ നോസ് ബാർബി ഡോൾ ടീത്ത്. ഹെയർ നോസ് ബാർബി ഡോൾ ടീത്ത് റൈസ്. ഹെയർ നോസ് ബാർബി ഡോൾ ടീത്ത് റൈസ് ബാർബി ഹൗസ്. ഹെയർ നോസ് ബാർബി ഡോൾ ടീത്ത് റൈസ് പറഞ്ഞു കൊടുക്കല്ലേ? ബാർബി ഡോൾ ഹൗസ് ചെയർ. ഹെയർ നോസ് ടീത്ത്. ഓക്കെ പറഞ്ഞു. ഹെയർ നോസ് ബാർബി ഡോൾ ടീത്ത് റൈസ് ബാർബി ഹൗസ് ചെയർ ടേബിൾ. ഹെയർ നോസ് ബാർബി ഡോൾ നടന്ന് റൈസ് ടീത്ത് ആയിരുന്നല്ലേ? അയ്യോ, ടീത്ത് റൈസ് ആയിരുന്നല്ലേ? എടാ, എനിക്ക് ഡൗട്ട് അടിച്ചു. ടീത്ത് ഞാൻ ടീത്ത് പറഞ്ഞ റൈസ് അവിടെ ആയിരുന്നല്ലേ? ഓക്കെ. ആമീസ് 2 പോയിന്റ് അറിയാം എല്ലാവർക്കും. എഴുതത്തിലൊന്നുമില്ല. ഗൈസ്, അങ്ങനെ നമ്മുടെ ഫസ്റ്റ് റൗണ്ട് എന്റെ ഇപ്പൊ ആമീസിന് 2 പോയിന്റ്, എഡ്വിൻ ബിസിക്ക് 1 പോയിന്റ്. അയ്യോ, KMC 0. ഞാൻ വിട്ടുകൊടുത്തു. മുട്ട
നെക്സ്റ്റ് റൗണ്ട്. ഗൈസ്, അപ്പൊ എന്തായാലും ഈ ഒരു റൗണ്ടിന്റെ പ്രത്യേകത എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സെന്റൻസ് കുറച്ച് കഴിഞ്ഞ റൗണ്ടിൽ നമ്മൾ വേർഡ്സ് ആണെങ്കിൽ ഈ റൗണ്ടിൽ സെന്റൻസ് ആണ്. വലിയ വേർഡ്സ് സെന്റൻസ് അല്ല. സോ ഗൈസ്, അപ്പോൾ സെന്റൻസ് ആണ്. ചെറിയ സെന്റൻസ് പറയുക. ഹീസ് ഗോയിങ് എന്ന് പറഞ്ഞു. ഹീസ് ഗോയിങ് അത് കഴിഞ്ഞിട്ട് ഒരു സെന്റൻസ് കൂടെ കൂട്ടിയിട്ട് ആവാൻ പറഞ്ഞു. ഹീസ് ഗോയിങ് എന്ന് പറഞ്ഞിട്ട് ഹീസ് ഗോയിങ് ടു ഫ്ലൈ എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് അവൾ ആമീസ് പറയുമ്പോഴത്തേക്കും ഹീസ് ഗോയിങ് ടു ഫ്ലൈ, ഹീസ് റണ്ണിങ്, അങ്ങനെ എന്തെങ്കിലും സെന്റൻസ് കൂട്ടിയാണ് പോകേണ്ടത്. വേണമെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കൂട്ടി പറയാം. ഓക്കെ. ഞാൻ കഴിഞ്ഞ ദിവസം അരി മേടിക്കാൻ വേണ്ടി പോയി. ഞാൻ കഴിഞ്ഞ ദിവസം അരി മേടിക്കാൻ പോയി, പക്ഷെ ഞാനൊരു പെണ്ണിനെ കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം അരി മേടിക്കാൻ പോയി, പക്ഷേ ഞാനൊരു പെണ്ണിനെയാണ് കണ്ടത്. അവളെ ഞാൻ നോക്കി നിന്നു. ഞാൻ കഴിഞ്ഞ ദിവസം അരി മേടിക്കാൻ വേണ്ടി പോയി, പക്ഷെ ഞാനൊരു പെണ്ണിനെ കണ്ടു. അവളെ ഞാൻ നോക്കി നിന്ന് ഒരു സൈറ്റ് അടിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അരി മേടിക്കാൻ പോയി, പക്ഷെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു. ഞാൻ അവളെ നോക്കിയിരുന്നു, പക്ഷെ ഞാൻ സൈറ്റ് അടിക്കാൻ പോയി. അപ്പൊ അവള് സൈറ്റ് അടിക്കാൻ പോയതല്ല, ഞാനൊരു സൈറ്റ് അടിച്ചു എന്നാ പറഞ്ഞ. കഴിഞ്ഞ ദിവസം ഞാൻ അരി മേടിക്കാൻ പോയി, പക്ഷെ ഞാൻ ഒരു പെണ്ണിനെ കണ്ടു. ഞാൻ അവളെ നോക്കി നിന്നു. അവളെ ഞാൻ സൈറ്റ് അടിച്ചു, എന്നിട്ട് അവളെ എന്നെ നോക്കി വീണ്ടും സൈറ്റ് അടിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ അരി മേടിക്കാൻ വേണ്ടി പോയി, ഞാനൊരു പെണ്ണിനെ കണ്ടു. അവളെ ഞാൻ സൈറ്റ് അടിച്ചു. ഇല്ല, അവളെ കണ്ടു നോക്കി നിന്നാണ്. ഒന്ന് രണ്ട് ഗൈസ്. അപ്പോ നെക്സ്റ്റ് റൗണ്ട്. I went to Lulu Mall to buy Barbie doll house. I went to Lulu Mall to buy Barbie doll house and I paid 1,000 rupees. I went to Lulu Mall to buy Barbie doll house and I paid 1,000 bucks. 1,000 rupees. അങ്ങനെ പറഞ്ഞ. അയ്യോ, അത് ഇത് തെറ്റിയാ പോവാ. ഇത് ബക്സ് എന്ന് പറഞ്ഞത് മെയിൻസ് ആണ്. I went to Lulu Mall to buy Barbie doll house. I paid 1,000 rupees, but when I paid it, they told I have to pay 10 more rupees. ഇത് ഇംഗ്ലീഷ് ആക്കാൻ പറഞ്ഞ ഗെയിംസ് കോമന. വെള്ളമല്ല. One day I go to Lulu Mall. മണ്ടയാ? അല്ല. I went. Okay. Barbie doll house and I paid 1,000 rupees, and when I paid 1,000 rupees, they told me to pay extra 10 rupees. അല്ല, അങ്ങനെ എക്സ്ട്രാ പറഞ്ഞില്ല. മീനിങ് കറക്റ്റ് അല്ലേ? മീനിങ് കറക്റ്റ് അല്ലേ? വണ്ടേയും ഇതും രണ്ടും രണ്ട് ഇതാ. I went to I went to one day ഞാൻ പറഞ്ഞു. ഓക്കെ. 3 1 1 കാര്യം ഉണ്ടായിരുന്നു. മര്യാദ അതിന്റെ ഇടയിൽ അത് കേട്ടൂടാ. ഇല്ല ഞാൻ ഇംഗ്ലീഷേ പറയുള്ളൂ. മലയാളത്തിൽ പറയടേ. ഞാനും പാട്ട് പാടും. ഞാൻ കാണിച്ചിട്ടാണോ ഒരു പാട്ട് ഫുള്ള് നമ്മള് പാടും. അതന്നെ. मैम हिंदी नहीं आती हूँ. പറയണമെന്നില്ലല്ലോ. हिंदी नहीं आती हूँ. तुम्हारे नाम क्या है? आपका नाम एडविन है. അതില് കാര്യമില്ല. ട്രൈ ചെയ്തോ. തെറ്റിപ്പോയി കുഴപ്പമില്ല. നിനക്ക് 3 പോയിന്റ് ഉള്ള നമുക്ക് പോയിന്റ് എടുക്കണം. അപ്പൊ നമ്മള് ബുദ്ധിയായിട്ട് കളിക്കും. വല്ല കാര്യമുണ്ടോ? ഉള്ള കാര്യം കുട്ടിക്കളിയാക്കും. അറിഞ്ഞൂടെ? അപ്പൊ കട്ടായില്ല, തോറ്റല്ലോ. मैं हिंदी नहीं आती हूँ. तुम्हारा नाम क्या है? मेरा नाम एडविन है. तुम कैसे हो? എന്താ പറയണ? ഞാൻ തന്നെ പറഞ്ഞതിനോട്. എന്തിനിങ്ങനെ വിഷമിച്ചിരിക്കുന്നേ? കാരണം നിങ്ങൾ ആരുടെ വിഷമിച്ച കൊച്ചിനെ? ചുമ്മാ കൊച്ചിന് ഹിന്ദി അറിയാമേ ഞങ്ങൾ പറഞ്ഞല്ലോ.
നിനക്ക് അതിനുള്ള ഇനി പറ മോളെ അവളെ കെട്ടിപ്പിടിച്ചേക്ക് പറ. मैम हिंदी नहीं आती है. तुम्हारा नाम क्या है? मेरा नाम एडविन है. तुम कैसे हो? अफसर कुशल नहीं, हम टाइटंस कोची का लीडर है. मैं हिंदी नहीं आती है. तुम्हारा नाम क्या है? मेरा नाम एडिम है. तुम कैसे हो? अफसल कुशल मैम टाइटन कुश्ती का लीडर है. मैम പിന്നെ അങ്ങനെയാണ് അഫ്സൽ കുസൽ मैम टाइटन कुश्ती का लीडर है. അത് മീനിങ് നോക്കിയാൽ മതി. ആണ് അല്ലെന്ന് അഫ്സൽ കുശൽ नहीं, हम टाइटंस कोची का लीडर है. അതന്നെയല്ലേ അഫ്സൽ കുസൽ. അഫ്സൽ കുശൽ വേറെ എന്താന്ന് പറഞ്ഞാ मैम टाइटन कुश्ती का लीडर है എന്ന് ഞാൻ പറയാം. ഇത് പറ. अफसल कुशल है मैम टाइटन कुश्ती का लीडർ है അങ്ങനെ പറഞ്ഞു. അഫ്സൽ കുശൽ नहीं, हम टाइटंस कोची का അത് लीडर. കുഴപ്പമില്ല. ആ അത് കുഴപ്പമില്ല, അതൊരു വേടാണ്. അയ്യേ അഫ്സൽ കുസൽ ബാക്കി പറയട്ടെ വാ. അല്ല അതൊരു വേട്, എന്റെ വേട് നേരത്തെ അങ്ങനെയാണെങ്കിൽ ഞാൻ പറയാം കറക്റ്റ്. നീ പറഞ്ഞില്ലല്ലോ, ഞാൻ കുമ്പ് പറഞ്ഞു നീ ഹേയും പറഞ്ഞില്ല. എല്ലാരും പറഞ്ഞാലും കുറച്ച് ചെറിയ ചെറിയ ആ വ്യത്യാസമുണ്ട്. ഞാൻ പറയട്ടെ ബാക്കി പറയട്ടാ. जाओ जाओ जल्दी आओ, रेंगू बुरेंगे क्या आगे सिलाओ. जागो जागो मंदे है जले को निकालना. मैम हिंदी नहीं आते है आती है. मेरा नाम അല്ല तुम्हारा അല്ല തെറ്റിച്ച് പറഞ്ഞ് എന്താ മോളെ 2 2 3 ഇത് ചെയ്യേണ്ട കാര്യമില്ലേ. 2 3 1 ഗൈസ്. അപ്പോൾ എന്തായാലും നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ റൗണ്ട് ഗൈസ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോളിനകത്ത് കുറച്ച് വേർഡ്സ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒരു വേർഡ് എടുത്തിട്ട് ആ വേർഡിനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സെന്റൻസ് ആയിരിക്കും പറയുന്നത്. ആ അടുത്ത ആൾ ഒരു വേർഡ് എടുക്കുമ്പോൾ ആ വേർഡിനെ റിലേറ്റഡ് ആയിട്ടായിരിക്കും പിന്നെ പറയുന്നത്. അങ്ങനെ ഈ വേർഡ്സ് എടുത്തിട്ട് അതിനെ റിലേറ്റഡ് ആയിട്ടായിരിക്കും പറഞ്ഞു പോകുന്നത് കണ്ടിന്യൂസ് ആയിട്ട്. ഓക്കെ, ഇത് ആമിസ് ആണ് സ്റ്റാർട്ടിങ്. വേർഡ് ഹെലികോപ്റ്റർ. ഹെലികോപ്റ്റർ കൂട്ടിയിട്ട് ഒരു സെന്റൻസ് പറ ആമിസ്. ഇനിയിപ്പോൾ ഞാൻ നെക്സ്റ്റ് എടുക്കണേ. ഐ വെന്റ് ടു എ ഹെലികോപ്റ്റർ ആൻഡ് ഐ ജംപ്ഡ് ആൻഡ് ദ സൂപ്പർമാൻ സേവ്ഡ് മീ. എന്താണ് I went to a helicopter. I jumped. Superman saved me. അല്ല എന്നല്ല. അതന്നെ. Superman saved me. Suddenly the Superman came to my house. പെട്ടെന്ന് പറയടി. എല്ലാം മറന്നു. ആ രംഗു വിരങ്കി ആവോ. ഇല്ല എല്ലാം മറന്നുപോയി. നീ എല്ലാം മറന്നുപോയില്ലേ? ഇല്ല. കള്ള. ഇതെന്താ പ്രിന്റിംഗ് അല്ലേ? പെയിന്റിംഗ്. ഓക്കെ എങ്കിൽ എനിക്ക് I went to a helicopter. Suddenly I jumped and the Superman saved me. Suddenly the Superman came to my house and I drew a picture of him. I drew a painting of him. I went to helicopter and I jumped and Superman saved me. And suddenly Superman came to my house and I paint a drawing. ആണോ? അല്ല അന്ന് And while I am in air, Superman told me, "How are you?" Ask me എന്നായിരുന്നു. Sorry, told me അല്ല, ask me. I went to a helicopter, then I jumped. Superman saved me. ഔട്ടായാ? ഇല്ല. Then suddenly Superman came to my house അല്ല ജംപ്ഡിന് ഉണ്ട്. ജംപ്ഡിന് അത് പറഞ്ഞു. and draw a painting of Superman. അയ്യോ ഞാൻ പറഞ്ഞേ. എനിക്കറിയാം. ഞാൻ പറഞ്ഞു. തോറ്റടേ. ഇനി എന്നിട്ട് പറഞ്ഞ ഇത് കൂടെ എടുത്തിട്ട് ഇത് അല്ല. I went to a helicopter. Suddenly I jumped. Then suddenly Superman saved me. Suddenly he came to my house and I drew a painting of him. And when I was in air, Superman asked me, "How are you?" And when I got down, the light was down. Okay. I went to a helicopter. Suddenly and I jumped. Suddenly Superman saved me. Suddenly he came to my house and I drew a picture of him. Picture അല്ല.
പെയിന്റിംഗ് ഓഫ് ഹിം. പിക്ചറിന്റെ പെയിന്റിംഗ് ആയിരുന്നേ. അയ്യോ എങ്ങനെ ഇതിനകത്ത് എനിക്കും കാണാൻ തരും. പെയിന്റിംഗ് ഓഫ് ഹിം. അതേ ബാക്കി മെമ്മറി കാർഡ് പോലെയാ. ഗൈസ് എന്തായാലും എടി എത്ര പോയിന്റ് ഐഡി നിനക്ക്? 4, 2, 1. ഇത് എനിക്ക് കിട്ടേണ്ട റൗണ്ട് ആയിരുന്നു. സോ ഗൈസ് അപ്പോൾ ഈ റൗണ്ടില് ഓരോരോ റൗണ്ട് കൂടുമ്പോൾ 3 പേരുടെ സെക്ഷൻസ് കഴിയുമ്പോൾ മാത്രമായിരിക്കും നമ്മൾ ബൗളിംഗ് ചെയ്യുന്ന വേർഡ്സ് എടുക്കുന്നത്. സോ എന്തായാലും ഞാൻ ഫസ്റ്റ് എടുക്കാം. കാർ. I know to drive a car. I know to drive a car in the road. I know to drive a car in the road, and suddenly one day I had a accident. I know to drive a car in the road. Suddenly I met an accident. ആണല്ലേ Have. I met accident. രണ്ടും correct ആണ് meaning. I met an accident and I broke my leg. I know to drive. ഇതിനകത്ത് എടുത്തിട്ട് ഒന്നെടുത്തിട്ട് I know to drive പറഞ്ഞില്ല. പറഞ്ഞടാ. I know to drive a car in the road. Suddenly I met an accident and I broke my leg and started flowing blood in my nose. പറഞ്ഞ അല്ല ഈ നോസ് വെച്ചിട്ടല്ല ഇത് വേണം. അത് പറഞ്ഞു നോസ് വെച്ചിട്ട് നീ പറയണ്ട. ഞാൻ പറഞ്ഞ നീ പറയണം. I know to drive a car in the road. Suddenly I had a accident and I broke my leg and my nose was bleeding and my nose blood started coming in my eye. I know to drive a car in the road. Suddenly I had an accident and I broke my leg and I had a bleeding on my nose and the blood started to flow to my eyes and I'm going to unconscious. Okay. And I going to unconscious. I know to drive a car. Suddenly I met an accident. അല്ല The road ഉണ്ട് പറഞ്ഞോ. I know to drive a car in the road and I suddenly had a accident and I broke my leg. My nose was bleeding and the blood of my nose came to my eyes and I had unconscious. I'm going into unconscious. And the doctor painted how was my blood coming in my eye. I know to drive a car in the road. I met an accident and broke my leg. I was bleeding in my nose and the blood came into my eyes. And the doctor painted the blood to my eyes. I lost my 23. തെറ്റി. അൺകോഷ്യൻസ് പറഞ്ഞില്ല. ഇത് പറഞ്ഞില്ല. Unconscious. And I gone to unconscious and അതാണ് പറയേണ്ടത്. അവിടെയാണ് തെറ്റിയത്. അൺകോൺഷ്യസ് പറഞ്ഞില്ലേ? എത്ര പോയിന്റ് അടി ആമീസേ? നീ ഇങ്ങനെ കയ്യിൽ നിന്ന് 5, 2, 1. 5 പോയിന്റ് 4 ഗൈസ്. അപ്പോൾ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ സെക്ഷൻ ആണ്. ഫൈനൽ സെക്ഷനിൽ ഇതിനകത്ത് ഫുള്ള് മലയാളം വേർഡ്സ് ആണ്. മലയാളം വേർഡ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഇനി പോകാൻ പോകുന്നത്. പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ എല്ലാ ദിവസവും സോപ്പ് തേച്ച് കുളിക്കും. ഞാൻ എല്ലാ ദിവസവും സോപ്പ് തേച്ച് കുളിക്കും. അങ്ങനെ ഒരു ദിവസം ഞാൻ സോപ്പ് നോക്കിയിട്ട് ആരും അത് മാന്തി പിടിച്ച് ഇന്നലെ ഇത്ര സൈസാക്കി. പിന്നെ ഞാൻ എല്ലാ ദിവസവും സോപ്പ് വെച്ച് കുളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ സോപ്പ് കാണാതായി. ഞാൻ എല്ലാ ദിവസവും സോപ്പ് വെച്ച് കുളിക്കും. അങ്ങനെ ഒരു ദിവസം എൻ്റെ സോപ്പ് കാണാതായി. ഞാൻ കുളിച്ചുകൊണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സോപ്പ് വെച്ച് കുളിക്കുമായിരുന്നു. ഒരു ദിവസം എൻ്റെ സോപ്പ് കാണാനില്ല. ഞാൻ തേച്ച് ഉരച്ച് കുളിച്ചോണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. എൻ്റെ സോപ്പ് അടിപൊളിയായിരുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഞാൻ എല്ലാ ദിവസവും സോപ്പ് തേച്ച് കുളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ സോപ്പ് കാണാതായി. ഞാൻ തേച്ച് കുളിച്ചുകൊണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. എൻ്റെ സോപ്പ് നല്ല രസവും ഭംഗിയായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൂച്ച എൻ്റെ സോപ്പ് എടുത്തു.
ഞാൻ എല്ലാ ദിവസവും സോപ്പ് വെച്ച് കുളിക്കുകയായിരുന്നു. എന്ത് അങ്ങനെ ഒരു ദിവസം എന്റെ സോപ്പ് കാണാതായി. ഞാൻ തേച്ച് കുളിച്ചോണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. എന്റെ സോപ്പ് കാണാൻ നല്ല രസവും ഭംഗിയും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്റെ സോപ്പ് പൂച്ച എടുത്തോണ്ട് പോയി. ഒരു ദിവസം പൂച്ച സോപ്പ് എടുത്തോണ്ട് പോയി. പിന്നെ ഞാൻ അങ്ങനെ നോക്കിയപ്പോഴായിരുന്നു എന്റെ സൂപ്പർ പൂച്ച എടുത്തത് കണ്ടതല്ല. അങ്ങനല്ല, പൂച്ച എടുത്തോണ്ട് പോയി തന്നെ പറഞ്ഞു. കണ്ടത് എടുത്തോണ്ട് പോയി കണ്ടതെന്ന് പറയണ. പിന്നെ പൂച്ച അപ്പൊ തെറ്റി, കണ്ടതെന്ന് പറഞ്ഞത് തെറ്റി. ഓക്കെ. ഞാൻ എല്ലാ ദിവസവും സോപ്പ് വെച്ച് കുളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്റെ സോപ്പ് കാണാതെ പോയി. ഞാൻ തേച്ചരച്ച് കുളിച്ചോണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. എന്റെ സോപ്പിനെ കാണാൻ നല്ല ഭംഗിയും നല്ല രസമായിരുന്നു. അങ്ങനെയാണ് എന്റെ സോപ്പ് പൂച്ച എടുത്തത് ഞാൻ കണ്ടത്. കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായി പാണ്ട പറഞ്ഞിട്ടാണ് സോപ്പ് പൂച്ച എടുത്തതെന്ന്. നീ പറ. ഞാൻ എല്ലാ ദിവസം സോപ്പ് തേച്ച് കുളിക്കായിരുന്നു. അങ്ങനെ ഒരു ദിവസം എന്റെ സോപ്പ് കാണാതായി. ഞാൻ തേച്ച് കുളിച്ചോണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. അങ്ങനെ അല്ല, എന്റെ സോപ്പ് നല്ല രസവും ഇതായിരുന്നു. രസവും സാമ്പാറും നല്ല രസവും ഭംഗിയുമായിരുന്നു. അങ്ങനെ നോക്കിയപ്പോ എന്റെ പൂച്ച എന്റെ സോപ്പ് എടുത്തു എന്ന് കണ്ടു. അപ്പൊ എനിക്ക് കണ്ടപ്പോ തന്നെ മനസ്സിലായി പാണ്ട പറഞ്ഞിട്ടാണ് എന്ന സോപ്പ് എടുത്ത. അങ്ങനെ ഞാൻ രാജാവിനെ അടുത്ത് പറഞ്ഞു. അയ്യോ, ഇത് തുടക്കം എന്തായിരുന്നു? ഞാൻ എന്ത് ദിവസം സോപ്പ് വെച്ച് കുളിക്കുമായിരുന്നു. അങ്ങനെ എനിക്ക് ഒരു ദിവസം എന്റെ സോപ്പ് കാണാതെ പോയി. ഞാൻ തേച്ചരച്ച് കുളിച്ചോണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. എന്റെ സോപ്പ് കാണാൻ നല്ല രസവും ഭംഗിയുള്ള സോപ്പായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ സോപ്പ് പൂച്ച എടുക്കുന്നത് കണ്ടത്. അപ്പോഴേ എനിക്ക് മനസ്സിലായി പാണ്ട പറഞ്ഞിട്ടാണ് പൂച്ച എടുത്തതെന്ന്. ഞാനത് രാജാവിനോട് എന്ന് പറഞ്ഞു. രാജാവ് അപ്പോഴേ രാജ്ഞി രാജാവ് അപ്പോഴേ തന്നെ രാജ്ഞിയോട് എന്ന് പറഞ്ഞു പൂച്ചേനെ കൊല്ലാൻ. ഞാനില്ലാ ദിവസം സോപ്പ് തേച്ച് കുളിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം എൻ്റെ സോപ്പ് കാണാതായി. ഞാൻ തേച്ചുകൊണ്ടിരുന്ന സോപ്പിന്റെ പേര് ലൈഫ് ബോയ് എന്നായിരുന്നു. എൻ്റെ സോപ്പ് കാണാൻ നല്ല ഭംഗിയും രസമായിരുന്നു. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ എൻ്റെ പൂച്ചയായിരുന്നു സോപ്പ് എടുത്ത. എനിക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായി പാണ്ട പറഞ്ഞിട്ടാണ് എൻ്റെ പൂച്ച എടുത്ത. അങ്ങനെ ഞാൻ രാജാവിൻ്റെ അടുത്ത് പോയി കംപ്ലൈൻറ്റ് ചെയ്തു. അങ്ങനെ രാജാവ് ഉടനെ രാജ്ഞിയുടെ അടുത്ത് കംപ്ലൈൻറ്റ് ചെയ്തു. അത്രേ ഉള്ളൂ. രാജാവിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തല്ല, രാജ്ഞിയുടെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തല്ല, രാജ്ഞിയുടെ അടുത്ത് പറഞ്ഞു പൂച്ചയെ കൊല്ലാൻ. ഞാൻ പറയുന്നേക്ക്. അപ്പൊ അങ്ങനെ രാജാവ് ഉടനെ ഇനി പറയണ്ട, കഴിഞ്ഞൊന്നും പറഞ്ഞ രാജാവ് രാജ്ഞിയുടെ അടുത്ത് പറഞ്ഞത് പൂച്ചയെ കൊല്ലാനാണ്. 5 2 2 5 2 2 എന്തേ ഇനിയുണ്ടോ? അങ്ങനെ ലാസ്റ്റ് ഞാൻ വിട്ടുകൊടുക്കാൻ അങ്ങനെ തയ്യാറായില്ല. ഭാഗ്യം അവൾ അതുകൂടി പറഞ്ഞത് ഞാൻ അങ്ങനെ നമ്മുടെ ചലഞ്ചിലെ വിന്നറെ നോക്കുവാണെങ്കിൽ വണ്ണാൻവള്ളി ആമീസാണ്. ആമീസിന്റെ ബുദ്ധി സമ്മതിച്ചു കൊടുക്കണം. അത് കിടലാണ്. അതെന്താ പറയാ, നമ്മള് കുറെ കാര്യങ്ങളും മൈൻഡിൽ കൂടെ എല്ലാം ഉണ്ട്. നമ്മുടെ എല്ലാം ഫില്ലായി കിടക്കുവാണ്. ഇവിടെ ഇപ്പൊ ജനിച്ചു വന്നില്ലല്ലോ. അപ്പൊ കുറെ ബ്രെയിനിലേക്ക് കയറാൻ സാധനങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറഞ്ഞത്. തോൽവി സംഭവിക്കുന്നില്ല. ഞാൻ തോൽവി സംഭവിച്ചു. പിന്നെ വലിയ മാനം ചമയ്ക്കുന്നത് പോടാണ്. ഈ ഒരു പ്രായത്തിലൊക്കെ ഇതിന്റെ അപ്പുറമായിരുന്നു ഞാൻ എന്തിനായിരുന്നു ഇങ്ങനെ 2 ബുക്കൊക്കെ എടുക്കുന്നത്. അപ്പൊ എന്തായാലും ഇന്നത്തെ ചാലഞ്ച് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ.